ഒരു സൗഹൃദത്തിന് വലിയ സൗഭാഗ്യമാണ്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മാനുഷികതയുടെ ഒരു സൗന്ദര്യമാണ്. കൂടുതൽ നന്മകൾക്കും വലിയ കൂട്ടായ്മകൾക്കും എല്ലാം ഇത് കാരണമാകട്ടെ. ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരുക്കുന്ന ഇഫ്താർ വിരുന്നിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരുമയുടെ ഐക്യത്തിൻ്റെ ഒരു സന്ദേശമാണ് ഇഫ്താർ വിരുന്നുകൾ നൽകുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ്. ജാതി മത ഭേദ വ്യത്യാസമന്യേ മനുഷ്യരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരുമ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും ഗുണകരമാവട്ടെ എന്നാണ് നമുക്കെല്ലാവർക്കും ആശംസിക്കാനുള്ളത്. ഇന്നത്തെ വളരെ 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 ദുരിതപൂർണമായ അന്തരീക്ഷം, ലോകത്ത് നിന്ന് യുദ്ധഭീഷണിയിൽ ജനങ്ങൾ ഭയപ്പെട്ട് കഴിയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും നല്ലത് വരാൻ നമ്മുടെ ഈ കൂടിച്ചേരൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും. പുണ്യമാസത്തിന്റെ അവസാനത്തെ നാളുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ പുണ്യമാസത്തിലെ ഈ പുണ്യദിനത്തിൽ നമുക്ക് ഒന്നിച്ചു കൂടാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും റംദാൻ ആശംസകൾ ഞാൻ നേരുന്നു. എല്ലാവർക്കും റംസാൻ ആശംസകൾ. ഈ പുണ്യ നാളുകളിൽ ഒരുമിച്ച് കൂടാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ശരിയില്ല. എൻ്റെ എല്ലാവിധ ആശംസകളും. സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഇഫ്താർ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മതപരമായ ഒരു ചടങ്ങ് എന്നതിൻ്റെ മാനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് മാനവ സൗഹാർദ്ദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു വലിയ വേദിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്തുണ്ടായ വലിയൊരു ഗുണാത്മകമായ മാറ്റം. ആ മാറ്റം ഞാൻ ഇന്നലെ ഒരു സംഘടനയുടെ ഇഫ്താർ പാർട്ടിയിൽ ചെന്നപ്പോൾ അത് സംഘടിപ്പിച്ചത് PK റോസി ഫൗണ്ടേഷനാണ്, മുസ്ലിം സംഘടന പോലും അല്ല. അപ്പം അത്തരത്തിൽ ഇതര സംഘടനകൾ പോലും ഇഫ്താർ വിരുന്നുകൾ നടത്തുക എന്ന നിലയിലേക്ക് അതെത്തുന്നുണ്ടെങ്കിൽ കേരളം ഒരു പുതിയ നല്ല ബാന്ധാവിലേക്ക് പോകുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലോക സാഹചര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. ഹോട്ടലുകളൊക്കെ മുട്ടി, ഇപ്പോൾ ഗ്യാസ് കിട്ടുന്നില്ല, എണ്ണ കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് വേദനകളും വിഷമങ്ങളും ഉണ്ട്. നമ്മുടെ സഹോദരങ്ങൾ UAE-യിലടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിലും ആശങ്ക അവിടെ ഉണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ അതിൻ്റെതായ ഒരു രാഷ്ട്രീയവും നമുക്കറിയാം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കടും കൈകൾക്ക് ലോകം ഇന്ന് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം മറന്നുകൊണ്ട്, പലസ്തീൻ്റെ ദുഃഖങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിലും എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേരുന്നു, എല്ലാവരും ഒന്നായി ചേരുന്നു. യുദ്ധം തന്നെ ഒരു റംസാൻ മാസത്തിലാണ് ഉണ്ടായതെന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഞങ്ങളിൽ ഭൂരിപക്ഷം പേര് ഇവിടെ ഇരിക്കുന്നവരിൽ വ്രതം അനുഷ്ഠിച്ചതും ആഴ്ചകളോളം വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ പ്രസംഗങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇത്തരത്തിൽ വ്രതം അനുഷ്ഠിക്കുന്ന മതവിശ്വാസികളായ സുഹൃത്തുക്കളെല്ലാം ഞാൻ ഈ റംസാൻ ആശംസകൾ നേരുന്നു. നാം എല്ലാവരും അകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു മഹത്തായ പുഞ്ചിരിയോടുകൂടിയാണ് കടന്നത്. ഈ പുഞ്ചിരി ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിത്തറയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നാളെ മാർച്ച് 15 ഐക്യരാഷ്ട്രസഭ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും വലിയ, ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ തന്നെ ഏറ്റവും വലിയ ഇരകളാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നത് കൂടി ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. ഇന്ത്യ നല്ല ലോക സാഹചര്യത്തിൽ തന്നെ ഇന്നത്തെ യുദ്ധം പോലും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. കേവലം ഒരു മതത്തിനോടുള്ള വെറുപ്പ് എന്നതിനൊക്കെ അപ്പുറം അതിഭീകരമായൊരു വംശീയ പ്രശ്നമായി ഇസ്ലാമോഫോബിയ വളർന്ന കാലത്ത് ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ കൂടുതൽ, അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നോമ്പ് എന്ന് പറയുന്നതൊരു പോരാട്ടമാണ്. ഇച്ഛകളോടും പൈശാചികതയോടുമുള്ള പോരാട്ടം. അതോടൊപ്പം ഇത് സാമ്രാജ്യത്തോടും വർഗീയതയോടുമുള്ള ഒരു പോരാട്ടം കൂടിയാണ്. വിശുദ്ധ റമദാന്റെ സന്ദേശങ്ങളിൽ
ബദർ പോലെയുള്ള മക്ക വിജയം പോലെയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങളും സ്മരണകളും നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത്, ലോകത്ത് മനുഷ്യത്വത്തിനെതിരെ, ഈ മാനവിക സംഗമത്തിനെതിരെയുള്ള എല്ലാ വിരുദ്ധ ശക്തികൾക്കുമെതിരെയുള്ള ഒരു പോരാട്ട സംഗമ വേദിയായി, അതിനുള്ള ഐക്യദാർഢ്യമായി ഇഫ്താർ സംഗമം മാറട്ടെ. വിശുദ്ധ റംലാൻ മാസത്തിൽ ഇങ്ങനെ ഒരു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മതത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട്, എല്ലാ സീമകളെയും മാറ്റിക്കൊണ്ട് മനുഷ്യനെന്നുള്ള നിലവാരത്തിലേക്ക് എല്ലാവരെയും ഒന്നിപ്പിക്കുക, ആ സ്നേഹം എല്ലാവരിലേക്കും പകരുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇന്ന് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വിദ്വേഷത്തിൻ്റെയും ഒരു പകയുടെയും ഒരു വെറുപ്പിൻ്റെയും ഒരു സമയമല്ല ഇത്. ഇപ്പോൾ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ ഒരു കോണിൽ ജനം ഇന്ന് വളരെ വേദനപ്പെട്ടും ദുഃഖത്തിനുമായിരിക്കുമ്പോൾ, അതും ഈ റംലാൻ മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ സമയത്തിലും ഇവിടെ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ നമുക്കുണ്ടായത് അതിയായൊരു ദുഃഖവും എന്നാൽ സന്തോഷവുമുണ്ട്. ഇത്തരം ഒരു ഇഫ്താർ വിരുന്ന് ഇവിടെ സംഘടിപ്പിച്ച SDPIക്ക് ഇന്ത്യൻ കൺവെർട്ടഡ് ക്രിസ്ത്യൻ ഫെഡറേഷന്റെ നാമത്തിൽ ഞാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം. വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രാർത്ഥനാ നിർഭരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗം വലിയ സംഘർഷങ്ങളിലൂടെ, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമ്മുടെ സമാധാനത്തെക്കുറിച്ചാണ് എല്ലാ വിശ്വാസങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലോകം സമാനതകളില്ലാത്ത സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ ഇങ്ങേ ഈ അറ്റത്ത് ഈ ഇഫ്താർ സൗഹൃദ സംഗമം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് സൗഹൃദം, സ്നേഹം, ആഴത്തിലുള്ള ബന്ധമൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ ഒരു കൊച്ചു മോളിരുന്ന് ചിരിക്കുന്നു. ഈ സമയം ഈ കുഞ്ഞുങ്ങളിൽ നിന്ന്, ഇവരുടെ ഒരു തലമുറയിൽ നിന്ന് ഒരു പുതിയ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം, സൗഹൃദം വീണ്ടെടുക്കേണ്ട ഒരു ആവശ്യകത കൂടിയാണ് സത്യത്തിൽ ഞാൻ ഓർത്തെടുക്കുന്നത്. SDPIയുടെ ഈ സൗഹൃദ സംഗമത്തിന് ഇത് വെറും സൗഹൃദ സംഗമമല്ല, സ്നേഹ സംഗമമാണ്. ജാതി മത വൈരുദ്ധ്യങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്നുള്ളൊരു ബന്ധം, ആ ഒരു മതം നമ്മളെ കോർത്തു പിടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ്ഡ് പെരുന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി. പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി, മാനവ സമൂഹത്തിന് വേണ്ടി അവതരിപ്പിച്ച ഖുർആൻ അതിൻ്റെ അവതരണ മാസം കൊണ്ട് പുണ്യമാക്കിയപ്പെട്ടു. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇങ്ങനൊരു സൗഹാർദ്ദം സംഘടിപ്പിക്കാൻ SDPI മുന്നോട്ട് വന്നതിൽ എല്ലാവിധമായ അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കാനുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങളെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ, ഇഫ്താർ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സൗഹൃദ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് രാജ്യത്ത് നൽകുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ആളുകളെ അന്യവൽക്കരിക്കാനും അപരവൽക്കരിക്കാനും അകറ്റി നിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കാനും സൗഹൃദം പങ്കിടാനും പരസ്പരം സ്നേഹിക്കാനും സാധിക്കുന്ന ഇത്തരം വേദികൾ നമ്മുടെ രാജ്യത്തെ അനൈക്യത്തിൻ്റെ പേരിൽ ആധിപത്യം നേടിയിട്ടുള്ളവർക്ക് നേരെ നൽകുന്ന വ്യക്തമായ സന്ദേശമാണ് ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ. നമുക്കറിയാം, ഈ റമദാൻ മാസം രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. അതൊന്ന്, സാധാരണക്കാരായ ആളുകളെ മനസ്സിലാക്കാനും അവരുടെ വിഷമങ്ങൾ തിരിച്ചറിയാനും അതിലിടപെടാനുമുള്ള സന്ദേശമാണ് നൽകുന്നതെങ്കിൽ, മറ്റൊന്ന് എല്ലാവിധ തിന്മകൾക്കെതിരായി ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത്തരം തിന്മകൾക്ക് മേൽ ആധിപത്യം ഒരു കാലത്ത് നേടും, അതിലാളുകളുടെ എണ്ണമോ വണ്ണമോ പ്രശ്നമല്ല എന്ന മറ്റൊരു സന്ദേശം കൂടി ഈ പരിശുദ്ധ റമദാൻ നൽകുന്നുണ്ട്. കാരണം ഇന്ന്
ശക്തിയുള്ള മർദ്ദകന്മാർ ലോകത്തിൻ്റെ മേൽ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണോ ചെയ്യുന്നത് അത് രാജ്യത്തെ നിയമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ മർദ്ദകനോടൊപ്പം നിൽക്കാൻ, സർവശക്തിയുമുള്ള മർദ്ദകനോടൊപ്പം നിൽക്കാൻ ഏത് ഭീരുവിനും സാധിക്കും. പക്ഷേ ദുർബലരായ മർദ്ദിതനോടൊപ്പം നിൽക്കാൻ ധീരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരം മർദ്ദിതരോടൊപ്പം നിൽക്കാൻ നമുക്ക് ഇത്തരം കൂട്ടായ്മകൾ പ്രചോദനമാവട്ടെ എന്ന ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും എല്ലാം ഒരു കാലഘട്ടമാണ്. ഒരു നവീകരണത്തിൻ്റെ കൂടി ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിന് പുറത്ത് വളരെ വലിയ പ്രാധാന്യമുള്ളൊരു കാലഘട്ടം കൂടിയാണ്. ഇന്ന് ലോകം എമ്പാടും ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന കാലം. ഒരുപക്ഷെ കോവിഡിന് ശേഷം ഏതാണ്ട് മറ്റൊരു അതേ അനുഭവം ലോകത്തിന് അനുഭവപ്പെടാൻ പോകുന്ന ദിനങ്ങളിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോവിഡിനാണ് നമ്മളിത് അടച്ചുപൂട്ടി വീട്ടിലിരുന്നത്. ഇനി നമ്മൾ പട്ടിണി കിടക്കുന്ന ദിവസങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്രമാത്രം ഇത്തരം തിന്മയുടെ ശക്തികൾ നടത്തുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ ലോകത്തെ ഇതുപോലെ ഗ്രസിച്ച ഒരു സംഭവം ഈ സമീപകാലത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാം മറന്ന് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ദിനങ്ങൾ കൂടിയാക്കി ഈ ദിവസങ്ങളെ മാറ്റിയെടുക്കാം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ കൂടി നമുക്കൊരു പുതിയ മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ പങ്കാളിയാകാം എന്ന് മാത്രം പറയുന്നു. ഈ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായ നന്ദി. നേരത്തെ CP ജോൺ പറഞ്ഞതുപോലെ ഒരു റിലീജിയസ് റിച്വൽ, ഒരു പൊളിറ്റിക്കൽ ഇവൻ്റായി മാറുന്ന പ്രത്യേകതയാണ് ഇക്കൊല്ലത്തെ ഇഫ്താർ സംഗമങ്ങൾക്കുള്ളത്. ഈ പൊളിറ്റിക്കൽ ഇവൻറ്റിന് എല്ലാ പൊളിറ്റിക്കൽ സോളിഡാരിറ്റിയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനരായ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നയാളാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒരു കൂട്ടായ്മയായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എല്ലാവരും ഒത്തുചേരുന്ന ആ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഇഫ്താർ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ഈ മഹത്കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ്. എല്ലാവരോടൊപ്പം ആശംസകൾ പങ്കിടുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. SDPI സംഘടിപ്പിച്ച ഈ ഇഫ്താർ സൗഹൃദ സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.
ആ